ക്യാൻസർ സെല്ല് എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാർബ് കൺസ്യൂം ചെയ്ത് സ്വയം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ക്യാൻസർ. ഏത് സെല്ലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യുമ്പോൾ കാർബ് ലിമിറ്റ് ചെയ്യാം. ഈ കാർബ് ലിമിറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മളെ ബാക്കി ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിയുള്ള സെൽസിലൊക്കെ ലൈപ്പോലൈസിസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിലേക്കുള്ള സ്വിച്ചിങ് നടക്കും. അപ്പോൾ ആ സെൽസൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുക? ഈ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ബേൺ ചെയ്തിട്ടാണ്. ക്യാൻസർ സെൽസിന് അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ശക്തിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ചെയ്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റേണേഴ്സൊക്കെ പറയും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെയാണ് നമ്മളെ റിലീജിയസ് ആയിട്ടുള്ള റമദാനിലുള്ള ഫാസ്റ്റിംഗ്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ സെല്ലുകൾ സ്വയം നശിച്ച് പോകുന്നുണ്ട്. ഇത് എല്ലാവരും ഇങ്ങനെ വിചാരിക്കും ക്യാൻസർ വന്നു ഒന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇതൊരു ജനറ്റിക്കൽ പ്രശ്നമാണെന്നുള്ളത്. ക്യാൻസറിനെ ഇങ്ങനെയും ക്യൂർ ചെയ്യുക എന്നുള്ളത് അത് ആരും കൺസേൺ അല്ല, ആരും ചിന്തിക്കുന്നത് പോലുമില്ല. ക്യാൻസർ സെൽസിന് അങ്ങനത്തെ ഒരു കഴിവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കാർബ് ലിമിറ്റ് ചെയ്യുമ്പോഴോ സെല്ല് ഡെഡായി പോകും.